പ്രൈസ് ലോർഡ്. നേരത്തെ ഞാനൊരു വചനം പറഞ്ഞിട്ടില്ലേ, എന്താണ്? ആവർത്തന പുസ്തകം 5:16 നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കുക എന്ന് പറയുന്ന എടുത്ത് മക്കൾ ഇന്ന് കുറവാണ്. അപ്പനെ അമ്മേനെ ബഹുമാനിക്കുന്ന മക്കൾ അപൂർവമേ ഉള്ളൂ. അവർക്കുള്ള നന്മകളെന്ന് വെച്ചാൽ ദൈവത്തിനെ അറിയുന്നവർ, ദൈവത്തിനെ അറിഞ്ഞ് ആണെങ്കിൽ പേടിച്ച് ജീവിക്കുന്ന അപ്പനമ്മേനെ ബഹുമാനിച്ച് ജീവിക്കുന്നവർക്ക് അവർക്ക് ദൈവത്തിൻ്റെ അവർക്കൊരു നന്മയും വിശുദ്ധിയും കിട്ടും. അപ്പനമ്മേനെ ബഹുമാനിച്ച് ഉഴലി നടന്ന് ബഹുമാനിക്കാതെ ഉഴലി നടന്ന് അവർ അനീതിമായ പ്രവൃത്തികളൊക്കെ തരുമ്പോൾ നമുക്ക് അവിടെ എന്തില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടൂല. നമ്മുടെ കുടുംബത്തിനും കിട്ടൂല, നമുക്ക് തലമുറകൾക്ക് അനുഗ്രഹം കിട്ടൂല. നമ്മുടെ ഈ ഭൂമിയിൽ മാത്രമേ നമ്മൾ നശിച്ചു പോകുന്നുണ്ട്. നമ്മളെ ആത്മാവ് എന്തില്ല, നിത്യശാന്തിയില്ല. നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് എത്തുകയില്ല. അപ്പോൾ നമ്മളെ കുടുംബത്തിന് എപ്പോൾ നിത്യപ്രാർത്ഥന എന്നാൽ നമ്മുടെ കുടുംബത്തിനെ എന്നും ജീവിപ്പിക്കാനും നമുക്ക് സമാധാനത്തിനും ദൈവത്തിന് ശക്തി നേടുവാനും സന്തോഷത്തോടെ ജീവിക്കാനും അതിനുള്ള വഴി ദൈവം തരുവാനും അനുഗ്രഹിക്കാനും കൂടെയാണ് നമ്മൾ ഇനിയുള്ള തലമുറകൾക്ക് കുട്ടികളെ ജീവൻ്റെ രീതി അല്ലെങ്കിൽ ഭാവി എന്താവുമെന്ന് കൂടെ അറിയാൻ പറ്റുന്നതല്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമുക്ക് എന്താണ്, ദൈവം നമ്മളെ ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, നിൻ്റെ സകല സമ്പാദ്യത്തിനും വിവേകം നേടുക എന്നീ പറഞ്ഞു. അപ്പം നമുക്ക് തരുന്ന ജ്ഞാനം ആരും ദൈവം മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. ഈ വചനം എന്ന് പറയുന്നത് ഒരു പുസ്തകമോ ഒരു ബാലരമയോ വെറും ഒരു ബൈബിൾ മാത്രമല്ല. ഈ ബൈബിളിൽ എന്തുണ്ട്? നിത്യജീവനുണ്ട്. ദൈവത്തിൻ്റെ രക്തത്തിൽ എന്നും ജീവനുള്ള രക്തമാണിത്. ദൈവത്തിൽ എന്നും നമുക്ക് സമാധാനം വായിക്കുന്നതാണ്. നമ്മൾ ശക്തിയേറിയ വചനമാണ്. നമ്മളെവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം പുറപ്പെടുവിക്കുന്നു അവിടെ അന്ധകാരത്തിലിരിക്കുന്ന ഏത് അനീതി പ്രവൃത്തിയായിക്കോട്ടെ അതൊക്കെ വെടിവെക്കും ദൈവം. നമ്മൾ നന്മകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തർക്കും വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി മാത്രം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല. ഓരോരുത്തരും ദൈവമേ സ്തോത്രഹാലയിൽ നിൻ്റെ നാമത്തിൽ ശുദ്ധീകരിച്ച് അവരെ ആത്മാക്കളെയും അവരെ കെടാതെ പോകാതെയും അവരുടെ മക്കൾക്ക് നല്ലത് വരുത്താനും നല്ല വിവേകം കൊടുക്കാനും ജ്ഞാനം സമ്പാദിക്കുവാനും ആ ജ്ഞാനം പ്രാപിച്ച് നിൻ്റെ സകല സമ്പാദ്യത്തിലും അവർക്ക് വിവേകം നേടിക്കൊടുക്കാനാണ് ദൈവത്തിനോട് നമ്മളെന്നും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം എന്താണ്? നമുക്കറിവില്ല, നമുക്ക് ഇവിടുന്ന് ജ്ഞാനം കിട്ടാനില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം എല്ലാം ജ്ഞാനമാണ്. ഈ സർവ്വതും സൃഷ്ടിച്ച ദൈവം എല്ലാത്തിനും നിത്യജീവൻ തരുന്ന ദൈവം, ജീവനുള്ള ദൈവത്തിന് എന്നും നമുക്ക് സംസാരിക്കുമ്പോൾ കേൾക്കാം, കാണാം, നമുക്ക് വചനത്തിലൂടെ ഇടപഴകാം, നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും എന്താണ്, ശക്തിയേറിയ വിജയകരമായ ജീവിതത്തിൻ്റെ ഉന്നതമായ ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന നിത്യജീവനാണ് ദൈവത്തിൻ്റെ വചനം. ആമേൻ, സ്തോത്രം.